ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ സ്വാഗതം അരുളുകയാണ്. ഇന്ന് കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്ന വലിയ പ്രവർത്തികൾ, മനുഷ്യപുത്രന്മാർ കാണുകെ അവൻ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ എത്ര വലിയ പ്രവർത്തികളാണ്. ഇന്ന് കർത്താവ് അതുപോലെ ചില കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ പദ്ധതികൾ നമ്മുടെ നടുവിൽ കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളൊക്കെയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പക്ഷേ ആ സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് എനിക്ക് പറയാനുണ്ട്. ഈ വെള്ളിയാഴ്ച നമ്മുടെ യൂത്ത് റിവൈവൽ എന്ന പേരിൽ നടക്കുന്ന യൗവനക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്പെഷ്യൽ മീറ്റിംഗ് കൊച്ചിയിൽ വെച്ച് നടക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്കും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അത് ക്ലോസ് ആയിട്ടില്ല. ഞാൻ ഇന്നലെ അന്വേഷിച്ചു, അത് ക്ലോസ് ആയിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള വിവാഹം കഴിക്കാത്തവർക്കാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളൊരു പക്ഷെ വലിയ ആളുകളായിരിക്കാം പ്രായം കൊണ്ട്, പക്ഷെ നിങ്ങളുടെ മക്കൾ 13 വയസ്സ് മുതൽ 30 വയസ്സിനുള്ളിലാണെങ്കിൽ അവരെ നിർബന്ധിക്കണം, രജിസ്റ്റർ ചെയ്യിപ്പിക്കണം, അവരെ മീറ്റിങ്ങിലേക്ക് പറഞ്ഞു വിടണം. നിങ്ങളിത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള താമസം എല്ലാം ഈ രജിസ്ട്രേഷൻ ഫീയോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ നിങ്ങളിൽ ചിലർക്കൊക്കെ ഇല്ല, ഞങ്ങൾ വേറെ റൂം എടുത്ത് താമസിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കുകയാണ് എന്നങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള അവസരമുണ്ട് എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രജിസ്റ്റർ ചെയ്യുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന യൗവനക്കാർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ആദ്യത്തേത് ഒരു കീ സ്പോൺസറാണ്. എറണാകുളത്ത് നിന്ന് എലിസബത്ത് ആണ് നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത്. താങ്ക് യു. ഇന്ന് എലിസബത്തിന്റെ 70ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, നീ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും, ആരോഗ്യത്തിനും, കർത്താവെ സൗഖ്യത്തിനുമായിട്ട് കർത്താവെ ഈ ആന്റി ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ എലിസബത്ത് ആന്റിക്കും കുടുംബത്തിനും ദൈവിക സംരക്ഷണവും ദൈവിക ആരോഗ്യവും യേശുവിന്റെ നാമത്താൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനുഗ്രഹ പങ്കാളിത്ത പദ്ധതി എന്ന പേരിലുള്ള ബ്ലെസ്സിംഗ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. തുടർന്ന് നമ്മൾ ഇന്ന് ദൈവിക സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ വിമൻസ് കോൺഫറൻസ് ഗ്ലോ നവംബർ 8, 9 തീയതികളിൽ നടക്കുന്നത്. സഹോദരിമാരെ, രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നുണ്ടല്ലോ. തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത്. എ ഹാൻഡ് ഫുൾ ഓഫ് റൈസ് എന്ന് പറയുന്നത്, ഒരു പിടി ധാന്യം അഥവാ അരി എന്ന് പറയുന്ന ആ ചെറിയ കാര്യങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ദിവസങ്ങൾ കർത്താവ് വളരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആപ്ലിക്കബിളായ, നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് പോലും മാറ്റിമറിക്കുന്ന ചില വെളിപ്പാടുകളാണ് വചനത്തിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? താങ്ക് യു ജീസസ് ഫോർ ദിസ് റെവലേഷൻ. ഈ വെളിപ്പാടിനായി നന്ദി കർത്താവെ. കമൻറ്റ് സെക്ഷനിലേക്ക് പോയി ടൈപ്പ് ചെയ്യുക, എല്ലാവരും കാണട്ടെ. A piece of revelation can revolutionize our life. A revelation can revolutionize our life. ടൈപ്പ് ചെയ്തിടുക. ഒരു വെളിപ്പാടിന് ഒരു വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും. ടൈപ്പ് ചെയ്തിടുക. ഒരു വെളിപ്പാടിന് ഒരു വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും. Revelation can revolutionize lives. അപ്പോൾ ഈ മോർണിംഗ് ഗ്ലോറിയിലൂടെ ഒക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വെളിപ്പാടുകൾ ജീവിതത്തെ തന്നെ മാറ്റി മറിക്കാൻ കഴിവുള്ളവയാണ്. മറന്നുപോകല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഒരു സാരഫാത്തിലെ വിധവയുടെ 2 വിറക് കഷ്ണം. പക്ഷെ ആ 2 വിറക് കഷ്ണത്തിലൂടെ പുതിയ നിയമത്തിൽ കാൽവരി ക്രൂശിൽ ആ 2 മരക്കഷ്ണങ്ങളിലൂടെ നമുക്ക് വരുന്ന
അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. നമ്മുടെ പാപം മുഴുവൻ നീക്കപ്പെടും, നമ്മുടെ ശാപം മുഴുവൻ നീക്കപ്പെടും, നമ്മുടെ രോഗം നീക്കപ്പെടും, മരണം നീക്കപ്പെടും. ഇതെല്ലാം ആ 2 മരക്കഷ്ണങ്ങളിലൂടെയാണ് നടക്കുന്നത്. വെളിപ്പാട് സ്വീകരിക്കാമോ? അതുപോലെ നമ്മൾ കണ്ടു, കൊർന്നല്യൂസ് പട്ടാള മേധാവിയാണെങ്കിലും താൻ കൈ തുറന്ന്, ദൈവനാമത്തിൽ കൈ തുറന്നപ്പോൾ, ദൈവത്തെ ഭയപ്പെട്ടു, ദൈവഭക്തി ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു. കൈ തുറന്നപ്പോൾ സ്വർഗം തുറന്നു. എല്ലാവരും ഒന്നും ചെയ്തത്. കൈ തുറന്നപ്പോൾ സ്വർഗം തുറന്നു. ഒന്നുകൂടെ എല്ലാവരും കൈ തുറന്നപ്പോൾ സ്വർഗം തുറന്നു. കൈ തുറക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം തുറക്കുക എന്നാണ്. അത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു കാര്യമാണ്, അബ്രഹാം തൻ്റെ വീട്ടിലേക്ക് വന്ന ദൈവത്തെയും കൂടെ വന്ന 2 ഏഞ്ചൽസിനെയും സൽക്കരിച്ചപ്പോൾ, ഓ മൈ ഗോഡ്, മരുഭൂമിയിൽ 430 വർഷം തൻ്റെ കുഞ്ഞുങ്ങളെ മുഴുവൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാ നേരത്തെ ആഹാരവും നൽകി 40 വർഷം പോറ്റി. അവിടെ അവർക്ക് കൃഷിയില്ല, സൂപ്പർ മാർക്കറ്റില്ല, സ്വിഗ്ഗി ഇല്ല, സൊമാറ്റോ ഇല്ല, ഒന്നുമില്ലാത്ത സ്ഥലത്ത് ദൈവം അവരെ അത്ഭുതകരമായി പോറ്റിയില്ലേ. അവർ കഴിച്ച ഭക്ഷണം മനുഷ്യരുടെ ഭക്ഷണം അല്ലായിരുന്നു. സ്വർഗത്തിൽ ദൂതന്മാർക്ക് വേണ്ടി കുക്ക് ചെയ്യപ്പെട്ട ഭക്ഷണം താഴേക്ക് സ്വർഗം തുറന്ന് താഴേക്കിറങ്ങി വന്ന് അവരുടെ ഡോർ സ്റ്റെപ്പുകൾ വന്ന് അവർക്കിഷ്ടമുള്ളതുപോലെ റെസിപ്പിയിൽ, അവർക്കിഷ്ടമുള്ളതുപോലെ ടേസ്റ്റിൽ അവർക്ക് കഴിക്കാൻ ദൈവം കൊടുത്തു. അതുപോലെ ഇറച്ചി വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ 25 കോടിയോളം കാടപ്പക്ഷികളെ കൊണ്ടുവന്നു കൊടുത്തു. ഇതെല്ലാം നമ്മൾ വചനത്തിൽ വായിക്കും. ഞാനതിനിടയിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ ചില ടെസ്റ്റിമണീസ് നിങ്ങളോട് പറഞ്ഞു. ദിസ് ഈസ് ഹാപ്പനിങ് ഈവൻ ടുഡേ. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ വേണോ, എങ്ങോട്ട് നോക്കണം? ക്രൂശിലേക്ക് നോക്കണം. കാരണം ക്രൂശിൽ യേശു ദരിദ്രനായി തീർന്നത് നാം സമ്പന്നരായി തീരാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി പേർക്ക് അത് കേട്ടിട്ട് അലർജിയുള്ള ഒത്തിരി പേരുണ്ട്. ഇത് പ്രോസ്പെരിറ്റി ഗോസ്പലാണെന്നും അതുപോലെ ഇത് ഈ ബ്ലെസ്സിങ്സിൻ്റെ പുറകെ പോകുന്ന രീതിയാണെന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ റിയാലിറ്റി ഈസ് റിയാലിറ്റി, ഫാക്റ്റ് ഈസ് ഫാക്റ്റ്, ട്രൂത്ത് ഈസ് ട്രൂത്ത്. ആരുടെയും ഇന്ന് ദൈവമക്കളായിരിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹം ക്രൂശിലൂടെയാണ് ഒഴുകി വരുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ ലോകചരിത്രത്തിലെ ട്രാൻസാക്ഷൻ നടന്നത്, ഏറ്റവും വലിയ എക്സ്ചേഞ്ച് നടന്നത് അവിടെയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് മനസ്സിലായ ചില കാര്യം, ഒരുപക്ഷെ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഉണ്ടാകാം, ഉണ്ടായാലും ഇല്ലേലും ഇത് കേട്ടേ പറ്റും, കേൾക്കണം. നമ്മുടെ ഭാരതത്തിലെ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണ് മിസോറാം. എല്ലാവർക്കും അറിയാം. മിസോറാമിലെ ആളുകളെ മീസോസിനെ കണ്ടു കാണും. അവർ നല്ല ഫെയർ, നല്ല വെളുത്ത സ്കിന്നുള്ള ആളുകളാണ്. പക്ഷെ ഒരു പ്രത്യേക ട്രൈബൽ ഏരിയയാണ്. അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം എത്തുന്നത് വരെ ഈ ട്രൈബൽ ആളുകൾ, ലോക്കൽ ട്രൈബ്സ്, അവർ ചെയ്തുകൊണ്ടിരുന്നത് ശത്രുക്കൾ ആരുണ്ടെങ്കിലും അവരുടെ തല അങ്ങ് വെട്ടിക്കളയും. അതായിരുന്നു അവരുടെ രീതി. ശത്രുക്കളുടെ എല്ലാം തല കൊയ്യുന്ന ട്രൈബൽ ആളുകൾ, ഗോത്രവർഗക്കാരായിരുന്നു മിസോറാമിലുള്ള മനുഷ്യർ. അപ്പോൾ എന്ന് മാത്രമല്ല, അവർ ആരാധിച്ചു കൊണ്ടിരുന്നത് വളരെ സ്ട്രേഞ്ചായ ചില ഡെയ്റ്റീസിനെയാണ്, ചില ദേവതകളെയും ഒക്കെയാണ്. ഏതൊക്കെയോ പൈശാചിക ദൈവങ്ങളെയാണ് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. ആ കാലത്ത് 1894 അവിടെ 2 മിഷണറിമാർ ഈ മിസോറാമിലെത്തി. അതിലൊരാളുടെ പേരാണ് വില്യം ഫ്രെഡറിക് സാവേജ്, രണ്ടാമത്തെ ആളുടെ പേരാണ് JH ലൊറെയ്ൻ. ഇവരവിടെ എത്തി. 1994 എത്തിയപ്പോൾ ഈ മിഷണറിമാർ അവിടെ വന്നിട്ട് 100 വർഷം തികഞ്ഞു. അപ്പം അതിൻ്റെ സെൻറ്റനറി സെലിബ്രേഷൻ നടക്കുകയാണ്. അതായത് ക്രിസ്ത്യാനിറ്റി ഇവിടെ എത്തിയിട്ട് 100 വർഷം. അപ്പോൾ ഓർക്കേണ്ട കാര്യം, കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി എത്തിയിട്ട് 2000 വർഷം കഴിഞ്ഞു. AD 52 തന്നെ വന്നു.
എന്നാൽ ഈ മിസോറാമിലേക്ക് ഇത് ചെല്ലുന്നത്, അതിനു മുമ്പ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെന്ന് കാണാം, പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി ഈ മിസോറാമിലെത്തുന്നത് 1894 1994 എത്തിയപ്പോഴേക്കും 100 വർഷമായി. അപ്പം അവിടെ ഒരു സെൻറ്റനിയൽ സെലിബ്രേഷൻ നടക്കുകയാണ്. 1 നൂറ്റാണ്ടായതിൻ്റെ, ക്രിസ്ത്യാനിറ്റി വന്നതിൻ്റെ ഭയങ്കരമായ ഒരു ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ കൽക്കട്ടയിൽ നിന്നിറങ്ങുന്ന ദ ടെലിഗ്രാഫ് എന്ന പത്രം 1994 ഫെബ്രുവരി 4 ഇറക്കിയ ദ ടെലിഗ്രാഫ് എന്ന പത്രത്തിൽ അവർ എഴുതിയ ഒരു ഭാഗം, അതിൻ്റെ ഒരു എക്സെപ്റ്റ് ഞാൻ വായിക്കുകയാണ്. Christianity's most reaching influence was the spread of education. ക്രിസ്ത്യാനിത്വം ഈ മിസോറാമിൽ വന്നിട്ട് ഏറ്റവും ഗുണകരമായി കണ്ടത് വിദ്യാഭ്യാസം പ്രചരിച്ചു. ഭയങ്കരമായി ആളുകൾ വിദ്യാസമ്പന്നരാകാൻ തുടങ്ങി. ഓർക്കണം, അബോറിജിൻസായിട്ട് കാടൻ ജീവിത രീതിയും കാടൻ സംസ്കാരവും ഉണ്ടായിരുന്ന, മറ്റുള്ളവരെ അമ്പെയ്ത് കൊല്ലുകയോ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഏത് ശത്രുവിനെ കണ്ടാലും തലവെട്ടുന്ന സംസ്കാരത്തിൽ നിന്നും ഇവർ വിദ്യാസമ്പന്നരായി മാറി. Christianity gave the religious a written language, left a mark on art, music, poetry and literature. ഇത് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ റിപ്പോർട്ടല്ല, ദ ടെലഗ്രാഫ് എന്ന പത്രം ഇറക്കിയതാണ്. അവിടെ പറയുന്നതനുസരിച്ച് അവിടെ മിഷണറിമാർ വന്നു, സുവിശേഷം അവിടെ എത്തി. ക്രിസ്ത്യാനിറ്റി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്ന്, അവർക്കൊരു റിട്ടൺ ലാംഗ്വേജ് ഉണ്ടായി. ലിപി ഇല്ലായിരുന്നു, എഴുത്ത് ഭാഷ അവർക്കില്ലായിരുന്നു. പക്ഷെ അവിടെ ലിപി ഉണ്ടായി, എഴുത്ത് ഭാഷയുണ്ട്. ആൻഡ് ലെഫ്റ്റ് എ മാർക്ക് ഓൺ ആർട്ട്, മ്യൂസിക്, പോയട്രി, ലിറ്ററേച്ചർ. കല, സംഗീതം, അതുപോലെ കവിതകൾ, പിന്നെ സാഹിത്യം, ഇതിലെല്ലാം ഭയങ്കരമായ എൻറിച്ച്മെൻറ്റ് അവിടെ ഉണ്ടായി. എ മിഷണറി വാസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ അബോളിഷൻ ഓഫ് ട്രഡീഷണൽ സ്ലേവറി. അവിടെ ഭയങ്കരമായ അടിമത്തം ഉണ്ടായിരുന്നു, അതും പൊളിഞ്ഞു. It would not be too much to say that Christianity was the harbinger of modernity to a Mizo society. ഈ മീസോ സമൂഹത്തിൽ അതിൻ്റെ ഒരു ആധുനികതയുടെ ഒരു ഹെറാൾഡ്, ആധുനികത വിളംബരം ചെയ്തത് ക്രിസ്ത്യാനിറ്റിയുടെ വരവാണ്. അതല്ലെങ്കിൽ അപരിഷ്കൃതരായി ഇന്നും വിദ്യാഭ്യാസമില്ലാതെ അന്ധവിശ്വാസത്തിലും മനുഷ്യരെ കൊല്ലുന്നതിലും മിസോറാം ഇന്നും കിടന്നേനെ. പക്ഷെ അവിടെ വെളിച്ചം വന്നത് സുവിശേഷം വന്നതുകൊണ്ട്. സുവിശേഷത്തിനകത്ത് ലൈറ്റുണ്ട്, വെളിച്ചമുണ്ട്. അവർ ഇന്ന് ചെന്നാൽ കാണണം, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും വിദ്യാസമ്പന്നരും ഒക്കെ ആയിട്ട് അവർ മാറി. എന്നാൽ അവിടെ തീർന്നിട്ടില്ല, ഇനിയാണ് കാര്യത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു 4 തലമുറ ആയിട്ടുള്ളൂ അവർ സുവിശേഷം ഉൾക്കൊണ്ട് സത്യദൈവത്തെ അറിഞ്ഞു, കർത്താവിനെ അറിഞ്ഞ് അവരിങ്ങനെ പ്രബുദ്ധരായി മാറിയിട്ട് 4 തലമുറകൾ. ഈ 4 തലമുറകൾ കൊണ്ട്, അല്ലെങ്കിൽ ഒരു 100 വർഷം കൊണ്ട് അവരൊക്കെയുണ്ടായ മാറ്റം, they have gone from being a fierce head hunting society to a model community. തല കൊയ്തെടുക്കുന്ന, തല വേട്ടയാടുന്ന ഒരു സമൂഹമായിരുന്ന ഈ മീസോകൾ എന്തായി മാറി? എ മോഡൽ കമ്മ്യൂണിറ്റിയായി, ഒരു മാതൃകാപരമായ നല്ലൊരു കമ്മ്യൂണിറ്റിയായി അവർ മാറി. അങ്ങനെ നടന്നത്, ഇറ്റ് വെന്റ് ത്രൂ എ ഡ്രമാറ്റിക് സോഷ്യൽ റിഫോർമേഷൻ. അതിഭയങ്കരമായ ഒരു സാമൂഹിക പരിഷ്കരണം തന്നെ അവിടെ ഉണ്ടായി. എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? എനിക്കിത് കേട്ടിട്ട്, ഈ കഥ കേട്ടിട്ട്, ഈ ചരിത്രം കേട്ടിട്ട് വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി. നൗ ഇന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, പെർസെൻറ്റേജ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ മിസോറാം. നിങ്ങൾ കാണും 87%. 87% ക്രൈസ്തവർ ഇന്ന് മിസോറാമിലുണ്ട്. എന്ന് മാത്രമല്ല, ലിറ്ററസിയിൽ, സാക്ഷരതയിൽ 3-ാം സ്ഥാനം, സംസ്ഥാനങ്ങളിൽ 3-ാം സ്ഥാനം മിസോറാമിലാണ്. എങ്ങനെയുണ്ടായി? ദൈവവചനം അവിടെ ചെന്നു, പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങി, കർത്താവിൻ്റെ വെളിച്ചം അവിടെ വീശാൻ തുടങ്ങി.
ഒരു 100 വർഷം, ഏകദേശം ഒരു 100 വർഷം കഴിഞ്ഞപ്പോൾ അതിഭയങ്കരമായി ആ സമൂഹം മുഴുവൻ പരിവർത്തനം ചെയ്യപ്പെട്ടു. നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷനിൽ ഒതുങ്ങി പോകേണ്ടവരല്ല, മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, Blessing Today International Church ഒരുക്കുന്നു Glow 2024 Women's Conference on November 8th and 9th at Blessing Today International Church. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ കലണ്ടേഴ്സ് ഓൺ November 8th and 9th at Blessing Today International Church and we will see you there. ഇന്നിവിടെ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ ബില്ലുകൾ പാസ്സാക്കുകയും ഭയങ്കരമായി പ്രശ്നങ്ങൾ നടത്തുകയും കത്തിക്കുകയും പള്ളികളെ ചുട്ടുകളയുകയും കന്യാസ്ത്രീകളെ കത്തിക്കുകയും എല്ലാം ചെയ്യുന്ന പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് ഇല്ലേ? ഒഡീഷയിലൊക്കെ നടന്നത് അറിയാമല്ലോ. നമ്മുടെ ഗ്രഹാം സ്റ്റൈൻസിനെയും ഫിലിപ്പിനെയും തിമോത്തിയെയും 2 പിള്ളേരെയും ജീപ്പിലിട്ട് ചുട്ടരിച്ച് തന്തൂരിയാക്കി. അവരെന്ത് തെറ്റാ ചെയ്തത്? ചിന്തിച്ചു നോക്ക്. അവർ കുഷ്ഠരോഗികളുടെ മുറിവുകൾ കഴുകി, അവരെ പരിപാലിച്ചു എന്ന പാപത്തിനാണ്, എന്ന തെറ്റിനാണ്, ആ പ്രവൃത്തിക്കാണ് അവരെ ചുട്ടുകൊന്നത്. കശുവണ്ടി പോലെ ചുട്ടില്ലേ? എന്നാൽ സുവിശേഷം വരുമ്പോഴാണ് വെളിച്ചം വരുന്നത്, മനുഷ്യനാകുന്നത്, നരഭോജികൾ നരസ്നേഹികളായി മാറുന്നത് സുവിശേഷത്തുമ്പോഴാണ്, ദൈവസ്നേഹത്തെ അകത്തേക്ക് വരുമ്പോഴാണ്. ഇനി അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തിനാ ഞാനിതൊക്കെ പറഞ്ഞു വരുന്നതെന്നുള്ളത് കേട്ടോ. മിസോറാമിലെ സഭകൾ ചെയ്തൊരു പരിപാടി, ഏകദേശം 1800ഓളം മിഷണറിമാരെ അയച്ചു ഇതിനകം. അതോ ഒരു വർഷമാണെന്ന് എനിക്കറിഞ്ഞുകൂടും. ഇന്ത്യയിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് അവർ മിഷണറിമാരെ അയക്കാം. കാരണം അവർ രക്ഷപ്പെട്ടത് മിഷണറിമാരിലൂടെയാണ്. അതുകൊണ്ട് അവർ അവിടെ നിന്നും മിഷണറിമാരെ അയക്കാൻ തുടങ്ങി. ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് വന്നു? അമേരിക്കയിൽ നിന്ന് വന്നോ, ലണ്ടനിൽ നിന്നോ, ഓസ്ട്രേലിയയിൽ വന്നോ? ഒരു സ്ഥലത്തു നിന്ന് $1 വന്നില്ല. അവർ ചെയ്ത ഈ പാവപ്പെട്ട ഇതെല്ലാം യൂട്യൂബിലുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന ഇൻഫർമേഷനാണ്. ഇതെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് നേരെ പോയി നെറ്റിൽ ചെക്ക് ചെയ്യാം. കേട്ടോളണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പാവപ്പെട്ട ജനം അവർ ചെയ്തത് ക്രിയേറ്റീവായി അവർ ചില മെത്തേഡുകൾ കണ്ടുപിടിച്ചു. സുവിശേഷീകരണത്തിന് മിഷണറിമാരെ അയക്കാൻ വേണ്ടിയിട്ട്, മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരാൾ എൻജിനീയർ ആയാൽ, ഒരാളൊരു ഡോക്ടറായാൽ, ഏതെങ്കിലും ഒരു നല്ലൊരു ജോലിക്ക് പോയാൽ കിട്ടുന്നത് പോലെയുള്ള തുല്യമായ ശമ്പളമാണ് മിഷണറിമാർക്ക് അവർ അയച്ചു കൊടുത്തത്. മിഷണറിമാർക്ക്. എന്നാൽ ആ പണം എങ്ങനെ കണ്ടെത്തി? ഒന്ന്, ഈ ഹാൻഡ്ഫുൾ ഓഫ് റൈസ് എന്ന് കേട്ടിട്ടുണ്ട്, പിടിയരി കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് പിടിയരി. അതായത് ഈ ഓരോ പ്രാവശ്യവും കഞ്ഞി വെക്കാൻ വേണ്ടി അരി ഇടുമ്പോൾ 1 പിടി അരി എടുത്ത് മിഷണറി ബൗൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബൗൾ, ഒരു പാത്രമുണ്ട്, അതിലേക്ക് ഇട്ട് വയ്ക്കും. ഓരോ പ്രാവശ്യവും 1 പിടി അരി മാറ്റി വയ്ക്കും. എന്നിട്ട് ഈ അരി മുഴുവൻ കളക്ട് ചെയ്ത് ലോക്കൽ ചർച്ചിൽ കൊണ്ടുപോകും. ലോക്കൽ ചർച്ചിലുള്ള അവിടെയുള്ള ലീഡർഷിപ്പ് ഈ അരി മുഴുവനും എടുത്തിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആ പണം നേരെ മിഷൻസിന് വേണ്ടി കൊടുക്കും. ഒരു മെത്തേഡ്. രണ്ടാമത്തേത് ഫയർവുഡ്. ഇവരെല്ലാം വിറക് വെറുക്കാൻ പോകും.
എന്നിട്ട് കിട്ടുന്ന വിറക്, കാട്ടിൽ പോയി വിറക് പെറുക്കി കിട്ടുന്ന പണം നേരെ കൊണ്ടുവന്ന് മിഷൻസിന് വേണ്ടി കൊടുക്കും. അടുത്തത് മിസോറാമിലെ ജനം അടുത്തത് ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കും. ഒരു ദിവസം ഉപവസിക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുമല്ലോ. ആ എത്ര പണമാണോ ആ പൈസ നേരെ എന്ത് ചെയ്യും? അന്നത്തെ ആഹാരത്തിൻ്റെ പൈസ നേരെ മിഷൻസിന് വേണ്ടി മാറ്റിവെക്കും. അടുത്തത് ഒരു രസകരമായ സംഭവം, മിഷണറി ചിക്കൻസ് എന്ന് പറഞ്ഞിട്ട് കോഴി വളർത്തും. കോഴി വളർത്തുമ്പോൾ അവർക്ക് വേണ്ട കോഴി വളർത്തും, പക്ഷേ കുറച്ച് എക്സ്ട്രാ കോഴികൾ വളർത്തും. ആ കോഴികളെ അവർ വിളിക്കുന്നത് മിഷണറി ചിക്കൻസ് എന്നാണ്. എന്നിട്ട് അതിൻ്റെ ആ കോഴികളിടുന്ന മുട്ടയെടുത്ത് എല്ലാം കൂടി ചേർത്ത് അതിൻ്റെ പണം അത് വിറ്റ് അതിൻ്റെ പണം മിഷൻസിന് കൊടുക്കും. അടുത്തത് സ്ത്രീകൾ അവിടെ പോയി റിവറുകളിലെല്ലാം പോയിട്ട്, പുഴകളിൽ പോയിട്ട് ഞണ്ട്, സ്നെയിൽസ്, ഒരുതരം പ്രത്യേക ഒച്ചുണ്ട് അവർ കഴിക്കുന്നൊരു ഇതാണ്, ഇത് രണ്ടും പെറുക്കി കൊണ്ടുപോയി വിറ്റ് ആ പണവും കൊടുക്കും. ഇങ്ങനെ ഈവൻ അമേരിക്കയിൽ ഒരു ലോക്കൽ ചർച്ചിൽ കളക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്തോത്ര കാഴ്ച ഈ രീതിയിൽ ഇവർ കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മിഷണറിമാരെ അവർ അയക്കാൻ തുടങ്ങി. ഞാനിത് പറഞ്ഞു കേട്ടു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ ഗിവ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. വേൾഡ്ലി വ്യൂവിൽ കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് നഷ്ടമാകും. അതല്ലേ സത്യം? എൻ്റെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും എടുത്ത് കൊടുത്തു, എൻ്റെ കയ്യിൽ പോയല്ലോ, തീർന്നു എന്ന് വെച്ചാൽ എനിക്ക് നഷ്ടമായി. നോ, ദൈവരാജ്യത്തിൽ അങ്ങനെ കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം എ ഗുഡ് മെഷർ pressed down, shaken together, running over, will be poured into your lap. And with the measure you use, it will be measured to you. ഇവിടെ പറയുന്നത് ഒരു നല്ല അളവ് അമർത്തി കുലുക്കി നല്ല ഒരളവ് നിങ്ങളുടെ മടിയിൽ തരും, മടിയിലേക്ക് ഇട്ട് തരും, അല്ലെങ്കിൽ മടിയിലേക്ക് പകർന്നു തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളക്കപ്പെടും. ചില ആൾ പറയുന്നത് ഇത് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമല്ല എന്നൊക്കെ പറയും. ഓക്കെ, ആ കോണ്ടെക്സ്റ്റിൽ ക്ഷമിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള പല കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു വരുന്നത്. എന്നാൽ ഈ പ്രിൻസിപ്പിൾ എവിടെയും ആപ്ലിക്കബിളാണ്. കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കൊടുത്താൽ കിട്ടും. പറ, കൊടുത്താൽ കിട്ടും. ഇതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ഗിവ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. ഗിവ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? കൊടുത്താൽ കിട്ടും, കൊടുത്താൽ കിട്ടും. അപ്പം ഇവിടെ പറയുന്നത് ഗുഡ് മെഷർ പ്രസ് ഡൗൺ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അമർത്തി കുലുക്കി നല്ല ഒരളവ്. അവിടെ പറയുന്നത് ഈ ധാന്യമൊക്കെ എടുക്കുമ്പോൾ അതിങ്ങനെ ആ പാത്രം കുലുക്കി പ്രസ് ചെയ്ത് എത്രത്തോളം അതിൽ കോമ്പാക്റ്റ് ചെയ്ത് അതിനകത്തേക്ക് കുത്തി ഇറക്കാമോ അത്രയും. എന്നിട്ട് അതിൻ്റെ മുകളിലിട്ട് വീണ്ടും ഇട്ട് ഇങ്ങനെ പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നത് പോലെ ഇൻ ടു യുവർ ബൂസ്, നിങ്ങളുടെ മടിയിൽ തരുമെന്ന് പറയും. ശരിക്കും അവിടുത്തെ ഇമേജറി എന്ന് പറയുന്നത് ദ ലാർജ് ഫോൾഡ് ഓഫ് ആൻ ഈസ്റ്റേൺ ഡ്രസ് ഓവർ ദ ചെസ്റ്റ് ഓഫ്റ്റൻ യൂസ്ഡ് ആസ് എ പോക്കറ്റ് ഓഫ് പൗച്ച്. അന്ന് പൗരസ്ത്യ നാടുകളിൽ ഡ്രസ്സിനോടൊപ്പം ഈ ഭാഗത്ത് ഒരു പ്രത്യേക പീസ് ഓഫ് ക്ലോത്ത് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തൊരു പീസ് ഓഫ് ക്ലോത്ത്, അത് ഇങ്ങനെ ആക്കി പിടിച്ചാൽ അതിലേക്ക് സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ കെട്ടാം. സാധാരണ നമ്മൾ മടി എന്ന് പറയുമ്പോൾ ഈ മുണ്ടുടുക്കുമ്പോഴും ചില പ്രത്യേക വസ്ത്രധാരണ രീതിയിൽ ഇവിടെ ഒരു മടി ഉണ്ടായിരിക്കും. മടി എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കുറച്ച് ഡ്രസ്സ് ഇങ്ങനെ നീണ്ടു കിടക്കും. ആ മടിക്കുത്തിൽ അതിനകത്ത് ഈ സാധാരണ നാടുകളിലൊക്കെ അല്ലെങ്കിൽ വില്ലേജിലൊക്കെ ചില ആളുകൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ളത് ഈ മടിക്കുത്തിലാണ് ബീഡി, തീപ്പട്ടി തുടങ്ങിയ സാധനങ്ങൾ, അല്ലെങ്കിൽ ഈ മുറുക്കുന്ന സാധനങ്ങൾ, പാക്ക്, വെറ്റില സാധനങ്ങളൊക്കെ ഇങ്ങനെ കുത്തിവെക്കും. ചിലപ്പോൾ കാശ് വെക്കുന്നത് ഇവിടെ. അത് ഈ മുണ്ടെടുക്കുമ്പോൾ അതിൻ്റെ അറ്റത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗം
അതിങ്ങനെ ഒരു പൗച്ച് പോലെ മടക്കി ഇങ്ങനെ കുത്തിവെക്കും. അത് അരക്കെട്ടിലാണെങ്കിൽ, അന്നത്തെ കാലത്ത് അതല്ല, ഇവിടെയാണ് ഒരു പീസ് ഓഫ് ക്ലോത്ത്, ഇവിടെയാണ് ഇങ്ങനെ പിടിക്കുന്നത്. ബൂസം, ഇതിനും ബൂസം എന്ന് പറയും. അത്രയും ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ അത്രയും ഇട്ട് തരുമെന്ന്. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മേൽ ഒരു വലിയ സാമ്പത്തിക വിടുതലും സ്വാതന്ത്ര്യവും ഉണ്ടാകാനുള്ള ഒരു താക്കോൽ. ഇറ്റ് ഈസ് ടു ഓപ്പൺ അവർ ഹാൻഡ്സ്. കൈ തുറക്കുക, സ്വർഗം തുറക്കും. എല്ലാവരും ഒന്ന് കൈപിടിച്ചേ. കൈ തുറന്നാൽ സ്വർഗം തുറക്കും. ഒന്നുകൂടെ, കൈ തുറന്നാൽ സ്വർഗം തുറക്കും. എല്ലാവരും കൈ തുറന്നാൽ സ്വർഗം തുറക്കും. കൈ തുറക്കണമെങ്കിൽ ഹൃദയം തുറക്കണം. ജനറോസിറ്റി വേണം, കൊടുക്കുന്നൊരു സ്വഭാവം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മുതൽ പലരുടെ ഉദാഹരണം കൊണ്ട് കൊർണല്യൂസിൻ്റെ കാര്യം പറഞ്ഞു, സാരഫാത്തിലെ വിധവയുടെ കാര്യം പറഞ്ഞു, ഞാൻ കേട്ട ചില സാക്ഷ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഇതിലെല്ലാത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗം തുറന്ന് നന്മകൾ വരണം. അബ്രഹാം തൻ്റെ വീട്ടിൽ വന്ന അതിഥികൾക്ക് തൻ്റെ ഹൃദയം നിറഞ്ഞ് ഓടിച്ചെന്ന് കുക്ക് ചെയ്തെല്ലാം കൊടുത്തതിൻ്റെ ഫലമായി മരുഭൂമി യാത്രയിൽ മുഴുവൻ അവർക്കുള്ള സകല ഫുഡും കർത്താവ് സ്പോൺസർ ചെയ്തു. എല്ലാവരും കർത്താവാണ് എൻ്റെ സ്പോൺസർ എന്ന് പറ. കർത്താവാണ് എൻ്റെ സ്പോൺസർ. വാവ്. യാക്കോബിൻ്റെ ലേഖനം 1:17 വായിക്കാം. എവ്രി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് ഫ്രം അബവ്, coming down from the Father of the heavenly lights, who does not change like shifting shadows. ഒത്തിരി പ്രാവശ്യം ഞാൻ വായിച്ചുള്ളൊരു ഭാഗമാണ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും സ്വർഗത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. അവൻ നിഴലുകൾ മാറുന്നത് പോലെ മാറുന്നില്ല. അവൻ വാക്ക് മാറുന്നില്ല. അങ്ങനെയുള്ളൊരു ദൈവമാണ്. വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ് ചുരുക്കി പറഞ്ഞാൽ, ആ സ്വർഗം തുറന്ന് താഴേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അനുഗ്രഹം ഉണ്ടാവൂ. അതിന് നമ്മൾ ഹൃദയം തുറക്കണം. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇതൊരു വലിയ തത്വമാണ്. ഒത്തിരി പേർക്ക് അത് അറിഞ്ഞുകൂടാ. സോ വെൻ വി ഓപ്പൺ അവർ ഹാർട്ട്സ്, വി വിൽ ഓപ്പൺ അവർ ഹാൻഡ്സ്. ആൻഡ് വെൻ വി ഓപ്പൺ അവർ ഹാൻഡ്സ്, ഗോഡ് വിൽ ഓപ്പൺ ദ ഹെവൻസ്. ഒന്നുകൂടി പറയാം. നാം ഹൃദയം തുറക്കുമ്പോൾ കൈ തുറക്കും. കൈ തുറന്നാൽ സ്വർഗം തുറക്കും. സ്വർഗം തുറന്നാൽ അവിടെ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് ചൊരിയപ്പെടും. See, heaven will respond to earthly acts. ഭൂമിയിൽ നടക്കുന്ന പ്രവൃത്തികളോട് സ്വർഗം പ്രതികരിക്കും. ഇത് മറക്കരുത്. ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളോടും സ്വർഗം പ്രതികരിക്കും, ദൈവം പ്രതികരിക്കും. കാരണം അവനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, കൺക്ലൂഷനായിട്ട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നമുക്കൊരു വലിയ ഈ കേൾക്കുന്ന റെവലേഷൻ ഒരു വലിയ റെവല്യൂഷനായി നിങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ. ഒരു വിപ്ലവം ഉണ്ടാകട്ടെ. ചില കാര്യങ്ങൾ തീരുമാനിക്കുക. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ, അതുപോലെ ഇല്ലാത്തവർ കൊടുക്കാനൊക്കെ നമ്മളൊരു തീരുമാനം എടുക്കുക. അതനുസരിച്ച് വലിയ മാറ്റങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു വലിയ അത്ഭുതം അങ്ങ് ചെയ്യണമേ. സാമ്പത്തിക അവസ്ഥകളിൽ വിടുതലുണ്ടാകട്ടെ. ബ്രോക്കൺനെസ് മാറിപ്പോകട്ടെ. ഫൈനാൻഷ്യൽ കേഴ്സസ് യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ആവട്ടെ. വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള പണം ഉണ്ടാകട്ടെ. നഴ്സിങ്ങിന് പോകാനുള്ള പണം ഉണ്ടാകട്ടെ. കോഴ്സുകൾക്ക് പോകാനുള്ള പണം ഉണ്ടാകട്ടെ. ഞാനത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴികൾ തുറന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നിങ്ങളുടെ നാമത്തിൽ ബ്ലസ് ചെയ്യും. രോഗികൾ സൗഖ്യമായിട്ട് ഈ തലയുടെ ഉച്ചിയിൽ, വളരെ മനസ്സിൽ നെറുകയിൽ പെയിനുള്ള ആരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ആ പെയിൻ ഇങ്ങനെ വന്ന് കണ്ണുകളിലും ഒക്കെ വേദനിക്കുന്ന ഒരാൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. വിവിധ രീതിയിലുള്ള അലർജികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാതിൻ്റെ കേൾവി കുറഞ്ഞു വരുന്ന ആരെയോ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു. അവൻ്റെ ഇയർ ഡ്രമ്മിനൊക്കെ പ്രയാസമുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സൈനസൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ, മൈഗ്രെയിൻ പോലെയുള്ള രോഗങ്ങൾ
പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ, ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്ന, കൈനീട്ടി പിടിച്ചിരിക്കുന്നവരിൽ ദൈവിക അനുഗ്രഹങ്ങൾ വന്നു നിറയട്ടെ, ദൈവിക സമാധാനം വന്നു നിറയട്ടെ, ദൈവികമായ സമ്പന്നത വന്നു നിറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളെ ഈ വചനങ്ങളും ദൂതുകളൊക്കെ സ്പർശിക്കുന്നെങ്കിൽ ദയവായി ഇതിൻ്റെ ലിങ്കുകളൊക്കെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. പരസ്യമായി കർത്താവിൻ്റെ സാക്ഷിയാകാൻ മടിക്കരുത്. ഇതിൻ്റെ ഓരോ ലിങ്കുകളൊക്കെ എടുത്ത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിലോ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് കൊടുക്കുക. ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ. നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും, ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങിപ്പോകേണ്ടവരല്ല, മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, Blessing Today International Church ഒരുക്കുന്നു Glow 2024 Women's Conference on November 8th and 9th at Blessing Today International Church. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. So mark your calendars on November 8th and 9th at Blessing Today International Church and we will see you there.